ഇന്ന് ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് നടുവേദന എന്ന് പറയുന്നത്. ഈ നടുവേദന വന്നിട്ട് നടക്കാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല, കുനിയാൻ പറ്റുന്നില്ല, ജോലികളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നിനും പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ഈ നടുവേദന കൊണ്ട് എത്തിച്ചതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ പറയാറുണ്ട്. ചില സമയത്ത് നടുവിന്റെ അല്ലെ നട്ടെല്ലിന്റെ ഭാഗത്ത് ചെറിയ വേദന തുടങ്ങി. പിന്നെ അത് നടുവിന്റെ കംപ്ലീറ്റ് ആയിട്ട് പുറക്ക് ഒന്നായിട്ട് സ്പ്രെഡ് ചെയ്ത്, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ കാലിലേക്കൊക്കെ തരിപ്പ് ഇറങ്ങി, വേദന ഇറങ്ങിയിട്ട് കാല് പൊക്കാൻ പറ്റാതാവുക, ഒരു തരിപ്പൊക്കെ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവുക, സൂചി കുത്തിയാൽ പോലും മറയുന്നില്ല എന്നുള്ള പല കണ്ടീഷൻസിലേക്കും പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്. പലപ്പോഴും പല ആൾക്കാർക്കുള്ള ഒരു സംശയമാണ്, നടുവേദന വന്നാൽ ഡിസ്കിന്റെ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ അത് സർജറി ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും എന്നുള്ളത്. ഇന്ന് നമ്മൾ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നടുവേദന എന്തുകൊണ്ടാണ് വരുന്നത്, എങ്ങനെയാണ് നമുക്ക് നടുവേദന സിമ്പിളായിട്ട് മാറ്റാൻ പറ്റുക, എപ്പോഴാണ് സർജറി ചെയ്യേണ്ടത്, ഈ MRI എടുക്കേണ്ടതുണ്ടോ, സ്കാനിങ് എപ്പോഴാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഈ ഒരു വിഷയം ഡിസ്കസ് ചെയ്യുന്നത് ഡോക്ടർ സിറാജ് സാറുമായിട്ടാണ്. അതായത് Q&B ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ്. ഹായ് സർ. ഇപ്പോൾ നടുവേദനയുടെ വിഷയങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് നടുവേദന എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നിൽക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, ഒന്ന് അങ്ങോട്ടോട്ട് കുനിയാൻ പറ്റുന്നില്ല. ചില സമയത്ത് ചില പോസ്റ്റേഴ്സിൽ നിൽക്കുമ്പോഴേക്കും നല്ല വേദന ഉണ്ടാവും. പിന്നെ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, കുട്ടികളെ എടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് ആളുകൾ പറയുന്ന കാര്യമുണ്ട്. എല്ലാവർക്കും പേടിയുണ്ട് ഇത് എക്സ്റേ എടുക്കുന്നതിലും സ്കാനിങ് എടുക്കുന്നതിലും. പിന്നെ ചില ആളുകൾ MRI എടുക്കണമെന്ന് നോക്കുമ്പോൾ അതിന്റെ പേടി ഉണ്ടാകാറുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ചെയ്യാറുണ്ട്. ശരിക്കും എന്താണ് ഈ നടുവേദന, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ നടുവേദന ഉണ്ടാകുന്നത്? ഈ നടുവേദന എന്ന് പറയുന്നത് അത് ചെറിയൊരു അടയാളമാണ് ആക്ച്വലി. അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവും. നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ഡിസ്കിൻ്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മാത്രമാണ് നടുവേദന എന്നുള്ളതാണ്. ആക്ച്വലി നമുക്ക് മൂത്രത്തിൽ ഇൻഫെക്ഷൻ കൂടിയാൽ നടുവേദന, ബാക്ക് പെയിൻ നല്ലോണം വരും. അതുപോലെ മൂത്രത്തിൽ കല്ലുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ബാക്ക് പെയിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. ഗ്യാസ്ട്രൈറ്റിസ് നല്ലോണം കൂടിയാൽ എന്ത് ചെയ്യാറുണ്ട്, ഗ്യാസിൻ്റെ പ്രശ്നം നല്ലോണം കൂടിയാലും ബാക്ക് പെയിൻ വരാറുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളെ മലബന്ധം നല്ലോണം കൂടിക്കഴിഞ്ഞാലൊക്കെ എന്ത് ചെയ്യും, ബാക്ക് പെയിൻ ഇഷ്യൂസുകൾ വരാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും പല ആളുകളുടെ കേസുകൾ എടുത്ത് നോക്കുമ്പോൾ നടുവേദന ആയിരിക്കും, പക്ഷെ അവർക്ക് എല്ലാവർക്കും എന്തല്ല, ഈ ഡിസ്കിൻ്റെ പ്രശ്നം തന്നെ അല്ല, അത് മറ്റു പല കാരണങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ നടുവേദനക്ക് കാരണമായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പോൾ പല ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ, സാർ ഇപ്പോൾ പറഞ്ഞതിൽ ഒരുപാട് കാര്യങ്ങളിലേക്ക് നടുവേദന വരുന്നുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഈ ഡിസ്കിന്റെ പ്രശ്നം കൊണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അത് മനസ്സിലാക്കാൻ പറ്റുക? ഡിസ്കിന് മേജറായിട്ട് ചില ആളുകൾക്ക് ഇഞ്ചുറീസ് സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ എവിടെയെങ്കിലും വീണതായിരിക്കാം, ചിലപ്പോൾ ആക്സിഡൻറ്റ് പോലെയുള്ള സംഭവം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ മുമ്പെപ്പോഴെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും ഇൻഷുറൻസ് ഉണ്ടായിരിക്കാം. അത് ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് എണീക്കുന്ന സമയത്ത്, ചിലപ്പോൾ അത് വെയിറ്റ് എടുത്ത സമയത്ത് അതൊന്ന് ഇളകി കഴിഞ്ഞാലൊക്കെ വേദന വരും എന്നുള്ളതാണ്. അതുമാത്രമല്ല, ചില കണ്ടീഷനുകൾ നല്ല വേദന വരും, കൂടുന്ന ഒരു അവസ്ഥ വരും. അതേപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മൾ കുനിയുന്ന സമയത്ത് വേദന നല്ലോണം കൂടുക, അതേപോലെ തന്നെ തരിപ്പ് നല്ലോണം വരിക, സെൻസേഷനൊക്കെ ഒന്ന് കുറഞ്ഞതുപോലെ, മസിലുകളൊക്കെ വീക്കായതുപോലെയൊക്കെ അനുഭവപ്പെടുന്നില്ല. അപ്പോൾ അവിടെയൊക്കെ ആക്ച്വലി നമ്മുടെ ഈ ഒരു ഞരമ്പുകൾക്ക്, അത് നാഡികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയ രൂപത്തിലൊരു പ്രസൻസ് ഉണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥം. ആ തരിപ്പൊക്കെ അതിൻ്റെ അടയാളമാണ്. അപ്പോൾ ചില ആളുകൾക്ക് ഇവിടെ ആയിരിക്കും, നമ്മുടെ തുടയുടെ ഒരു ഭാഗത്ത് തരിപ്പ്, ചിലപ്പോൾ എന്ത് ചെയ്യും, കാലിൻ്റെ ഭാഗത്തൊക്കെ വ്യത്യസ്ത തരത്തിൽ കാണാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഞരമ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വീക്ക്നെസ്സും തരിപ്പും, അതേപോലെ ചില സമയങ്ങളിൽ നല്ല രീതിയിൽ വേദനയൊക്കെ എന്ത് ചെയ്യും, ഊടാറും കുറയാറൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പോൾ തരിപ്പിന്റെ വിഷയങ്ങൾ പറഞ്ഞ സമയത്ത് പല ആളുകളും പറയുന്നുണ്ട് സയാറ്റിക്ക എന്ന് പറഞ്ഞിട്ടുള്ളത്. നടുവിനല്ല വേദന വരുന്നുണ്ട്, പിന്നെ അത് കാലിലേക്ക് സ്പ്രെഡ് വരുന്നത്. അത് ശരിക്കും എന്താണ്? അത് സയാറ്റിക് എന്ന് പറയുമ്പോൾ L4 L5 അവിടെ ഉണ്ടാക്കുന്ന ഡിസ്കിന് എന്ത് ചെയ്യും, മിക്ക ആളുകൾക്കും അങ്ങനെ കണ്ടുവരാറില്ലേ. നമ്മൾ സയാറ്റിക് പറഞ്ഞ ഏറ്റവും വലിയൊരു നാഡി, ഒരു ഞരമ്പാണെന്നുള്ളതാണ്. അപ്പോൾ അതിന് ചെറിയൊരു കംപ്രഷൻ വരുന്ന സമയത്താണ് ആക്ച്വലി ആ ഞരമ്പ് പോണ ഭാഗങ്ങളിൽ എന്ത് ചെയ്യും, ഈ തരിപ്പ് ബുദ്ധിമുട്ടുണ്ടാവും. ചില ആളുകൾക്ക് നല്ല രീതിയിൽ കംപ്രഷൻ ഉണ്ടായിരിക്കും, ഇപ്പോൾ ചില ആളുകൾക്ക് സ്ലൈറ്റ്ലി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, അടയാളങ്ങളിൽ മാറ്റണം. അപ്പോൾ ചില ആളുകൾ പറയും സയാറ്റിക് അവനക്ക് ഭയങ്കര കൂടുതലാണ്, ഇവർക്ക് പ്രശ്നമില്ലല്ലോ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഒരു വേരിയേഷൻ വരുന്നത് എവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് എത്രത്തോളം കംപ്രഷൻ വരുന്നുണ്ടോ അതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യല്, സിംറ്റംസിൽ മാറ്റങ്ങൾ ഉണ്ടാവുക. ഓക്കെ. ഇപ്പോൾ സയാറ്റിക്ക വരികയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ആയിരിക്കും സിംറ്റംസ് ഉണ്ടാവുക? സയാറ്റിക്കിൻ്റെ മെയിൻ ഒന്ന് പെയിനാണ്, നല്ല സിവിയർ വേദന ഉണ്ടായിരിക്കും, നമുക്ക് നടക്കാനോ പിന്നെ അതുപോലെ കാല് പൊക്കാൻ സ്റ്റെപ്പ് കയറാനൊന്നും പറ്റില്ല എന്നുള്ളതാണ്. അതുപോലെ മിക്ക ആളുകൾക്ക് നംനെസ് വരും, തരിപ്പ് വരും. നമ്മൾ ഒന്നുകിൽ കാലിൻ്റെ സൈഡിലായിരിക്കും, ഒന്നുകിൽ റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് അല്ലെങ്കിൽ ഫുൾ ഭാഗത്ത് വരും. അതേപോലെ നമ്മുടെ ഈ ഒരു തുടയുടെ ഭാഗത്തൊക്കെ എന്ത് ചെയ്യും, നല്ല രീതിയിൽ വരും, നമുക്ക് ഇരിക്കാൻ പറ്റൂല, അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകൾ എന്ത് ചെയ്യാറുണ്ട് വരാറുണ്ട്. അപ്പോൾ നാഡികൾക്ക് വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ കാണാറുണ്ട് എന്നുള്ളതാണ്. ഇതിന് അസോസിയേറ്റഡ് ആയിട്ട് ചില ആളുകൾക്ക് എക്സ്ട്രീമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മസിലൊക്കെ ലൂസായിട്ട് വരും. നമ്മുടെ കാഫ് മസിൽ ഉണ്ടല്ലോ കാലിൻ്റെ അവിടെ ഉള്ള, അതൊക്കെ നല്ല ലൂസായിട്ട് വരും, നടക്കാനൊക്കെ ഒരു തപ്പേതായ ഒരു ബലം കിട്ടാത്ത രീതിയിലൊക്കെ എന്ത് ചെയ്യും, അത് പിന്നീട് ഗ്രാജുവൽ നല്ല സിവിയർ ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കാണാറുണ്ട്.
ഓക്കെ. ഇപ്പോൾ പിന്നെ ഈ ഡിസ്ക് ബൾജിൻ്റെ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ ഉം. ഇതിൻ്റെ മേജർ പ്രശ്നങ്ങൾ അതല്ലെങ്കിൽ ഡിസ്കിൻ്റെ വേദന എന്ന് പറയുമ്പോൾ അല്ല നട്ടിലെ വേദന അത് അവിടെ മാത്രമേ വരൂ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സ്പ്രെഡായി വരുമോ? അത് ഡിസ്കിനായിട്ട് കൂടുതൽ ആളുകൾക്ക് എപ്പോഴും വരാറുള്ളത് ഡിസ്ക് ബൾജ് കോമൺ ആക്ച്വലി. ഉം. നമ്മളിപ്പോൾ മുടി നരക്കണ്, വയസ്സാകണ്, അതേപോലെ തന്നെ എന്ത് ചെയ്യും, തൊലിയൊക്കെ എന്ത് ചെയ്യും, ചുളുങ്ങി പോകും. എന്നതുപോലെ തന്നെ ഡിസ്ക് എന്ത് ചെയ്യും, എല്ലാ ആളുകൾക്കും ബൾജഡ് ആവും, അല്ലെങ്കിൽ മോസ്റ്റ്ലി ആളുകൾക്ക് ബൾജഡ് ആണ് ഉം, ഉള്ളത്. ഉം, ഉം. പലർക്കും എന്തില്ല സിംറ്റംസ് ഉണ്ടായിരിക്കില്ല. മിക്ക ആളുകൾ സിംറ്റംസ് എപ്പോഴാണ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡിസ്ക് ബൾജ് ചെയ്തത് ഞരമ്പുകളെ പ്രശ്നമാക്കുന്നുണ്ട്. അവിടെ എന്തെങ്കിലും കംപ്രഷൻ വരുത്തുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ഈ പറഞ്ഞതുപോലെ സിവിയർ പെയിൻ, നംനെസ് കാര്യങ്ങൾ വരും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ഡിസ്ക് ബൾജും എന്താകുന്നില്ല, വേദനയും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാക്കുന്നില്ല. ഉണ്ടാകുന്നില്ല. ഞരമ്പുകൾക്ക് എന്തെങ്കിലും അവിടെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ അത് ഇൻവോൾവ്മെൻറ്റ് വരുന്നുണ്ടെങ്കിൽ, അവിടെ ഇൻഫ്ലമേഷൻ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ പറഞ്ഞതുപോലെ വേദനയും അതേപോലെ കടിച്ചിലും നടക്കാനും കുനിയാനും പറ്റാത്ത പ്രയാസങ്ങളും നല്ലോണം വരും എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പോൾ ചില ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ കാലൊക്കെ തരിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഉം. പിന്നെ അതുപോലെ ആദ്യം വേദന ഉണ്ടാവും, കാലിന് ചുട്ടുപുകച്ചിലുണ്ടാവും, കാലിന് ഭയങ്കര സിവിയറായിട്ട് എന്താ പറയുക, രാത്രിയൊക്കെ പിന്നെ കിടക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ മുണ്ട് നനച്ചിട്ടാണ്. കാരണം കിട്ടും. അത്രയ്ക്ക് ചുട്ടുപുകച്ചിലായിരിക്കും കാലുണ്ടാവുക. കാല് ചിലപ്പോൾ തരിപ്പാണ്, ചില സമയത്ത് സൂചി കുത്തിയാൻ പോലും എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. ആ ശരിക്കും അതെ, ചെരുപ്പ് പറ്റുന്നില്ല, ഇതൊക്കെ പ്രശ്നമുണ്ട്. ഇത് ശരിക്കും കാലിന് എന്തെങ്കിലും പ്രശ്നങ്ങളാണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നടുവിൻ്റെ ബുദ്ധിമുട്ടുകളാണോ? അത് രണ്ടും കണ്ടുവരാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഡിസ്കിൻ്റെ വിഷയം പറഞ്ഞില്ല, ആ. അതേപോലെ തന്നെ ഷുഗർ പ്രശ്നമാണ്. ആ. ഷുഗറുള്ള കൂടിയ ആളുകൾക്ക് പറഞ്ഞ പോലെ ചെരുപ്പിടാൻ പറ്റില്ല. ചിലപ്പോൾ നല്ല ചുട്ട് പുകച്ചിലായിരിക്കും, ചിലപ്പോൾ നല്ല ഈ പറഞ്ഞതുപോലെ ഒരു തരിപ്പായിരിക്കും, മരവിച്ച അവസ്ഥ. ചില ആളുകൾ പറയൽ എൻ്റെ കാലെന്തോ ഒരു കട്ട പിടിച്ച പോലെ തോന്നൽ, എന്തോ ഒരു മരത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഫീലിങ്സാണ് പേഷ്യൻസിന് സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഷുഗർ കാരണമായിട്ടും സർക്കുലേഷൻ കുറഞ്ഞത് കാരണമായിട്ടും ഈ എന്ത് ചെയ്യും, അവിടെ പറഞ്ഞത് നംനെസ് നല്ലോണം ഉണ്ടാകാറുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഡിസ്കിന് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ വരും, അതേപോലെ തന്നെ ഷുഗർ നല്ല ഹൈ ലെവലിൽ വരുന്നുണ്ട്, കൺട്രോൾഡ് അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ വരും. അതിൻ്റെ പുറമെ തന്നെ സർക്കുലേഷൻ കുറവാണ്. അപ്പോൾ ചില നല്ല സിവിയർ അനീമിക്കുള്ള ആളുകൾക്കും എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെ HB കുറഞ്ഞ ആളുകൾക്കും ഈ പ്രശ്നം കണ്ടുവരാറുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഒക്കെ പുറമെ തന്നെ നമ്മൾ വൈറ്റമിൻ B12 ശ്രദ്ധിക്കണം. വൈറ്റമിൻ B12 കുറഞ്ഞു കഴിഞ്ഞാലും തരിപ്പും കടച്ചിലും എന്ത് ചെയ്യും, ഈ പരസ്തേശയൊക്കെ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. ഓക്കെ. ഇപ്പോൾ നമ്മളിപ്പോൾ നടുവേദന ഡിസ്കിൻ്റെതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളാണോ എന്നുള്ള എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക? അത് 100% നമ്മൾ പരിശീലിക്കുക തന്നെ വേണം. ഉം. ഡിസ്കിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് നമ്മൾക്ക് MRI പോലെ എന്ത് ചെയ്യാം, ഡോക്ടേഴ്സിന് എടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ എല്ലാ കേസും എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യും, MRIയിൽ ഡിസ്ക് വെച്ച് കാണുകയും ചെയ്യും എന്നുള്ളതാണ്. അതെ. ഇപ്പോൾ രണ്ടാമത് നമുക്കിവിടെ ഒരു ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാരി ചെയ്യണം, ഏത് സമയത്താണ് വേദന കൂടുന്നത്. ഇപ്പോൾ ചില കേസുകൾ എൻ്റെ അടുത്ത് വരുമ്പോൾ നമ്മൾ ക്ലിനിക്കിൽ അറിയാലോ, സ്റ്റെപ്പ് കയറിയിട്ടൊക്കെ വരും. സ്റ്റെപ്പ് കയറാൻ അല്ലെങ്കിൽ നിസ്കരിക്കുന്ന സമയത്ത് കുനിയാൻ അല്ലെങ്കിൽ അതിനൊന്നും പ്രശ്നം ഉണ്ടായിരിക്കും, ആൾ ഓക്കെ ആയിരിക്കും, ഡിസ്കിൽ നല്ല ബൾജും കാണുന്നുള്ളതാണ്. പക്ഷെ അങ്ങനത്തെ കേസുകൾ മിക്കതും മസ്കുലാർ പെയിൻ ആയിരിക്കും. ഉം, ഉം. അതായത് നെർവിന് നാഡികൾക്ക് അവിടെ പ്രസൻസ് ഉണ്ട്, മസിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഒന്ന് വലിഞ്ഞിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ എന്ത് ചെയ്യും, ഒന്ന് ഡ്രസ്സ് ചിലപ്പോൾ ഇട്ടതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കുനിഞ്ഞിട്ട് എടുത്തായിരിക്കും, അപ്പോൾ ഒരു കുളത്തിപ്പിടുത്തതായിരിക്കും. അപ്പോൾ ഡോക്ടർ എടുത്ത് പോകും, നേരെ സ്കാനിങ് എടുക്കും, ഡിസ്ക് ബൾജ് ഉണ്ടാകും. ആക്ച്വലി അവിടെ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ ആൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ സിംറ്റംസ് എടുത്ത് നോക്കുമ്പോൾ എന്തായിരിക്കും, മസിൽസ് റിലേറ്റഡ് ആയിരിക്കും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ഒരു ഇൻഫ്ലമേഷൻ കുറക്കാനുള്ള കുറച്ച് മെഡിസിൻസ്, കുറച്ച് റെസ്റ്റും കുറച്ച് സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്താൽ തന്നെ എന്ത് ചെയ്തു, അതൊക്കെ പെട്ടെന്ന് മാറി കിട്ടുന്നതെന്നുള്ളതാണ്. ഓക്കെ. ഇപ്പോൾ നടുവേദന ഇപ്പം പല ആളുകൾക്കുള്ള സംശയമാണ്, MRI എടുക്കേണ്ടിയുണ്ടോ? ഈ നടുവേദന ഡിസ്കിൻ്റെ പ്രശ്നങ്ങളാണെന്നായിക്കോട്ടെ, നടുവിൻ്റെ പ്രശ്നങ്ങളായിക്കോട്ടെ, MRI എടുക്കുന്ന നിർബന്ധം? എല്ലാ കേസിലും എടുക്കേണ്ട. ആക്ച്വലി ഞാൻ തുറക്കത്ത് പറഞ്ഞല്ലോ, ആ. എല്ലാ കേസും ആക്ച്വലി എന്തല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ ഡിസ്ക് റിലേറ്റഡ് വരുന്നതല്ല. ഇപ്പം ഇനി വേറെ ഒന്നുണ്ട്, ഈ MRI എടുത്തോണ്ട് വിചാരിച്ചിട്ട് എന്ത് ചെയ്തില്ല, ഡിസ്ക് വേദന മാറാനും പോണില്ല, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ആദ്യം പലപ്പോഴും പേഷ്യൻസ് വന്ന് പറയല്ലോ, ഡോക്ടർ MRI എടുക്കണോ, 2 കൊല്ലം മുമ്പെടുത്ത MRI ആണ് ഇപ്പോൾ വേണമെങ്കിൽ എടുക്കാം, ഇങ്ങോട്ടാണ് പറയല്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പേഷ്യൻസിന് പേടിയാണ്, ഇത് എന്തോ ഒരു സംഗതിയാണ്, ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ അതൊരു എന്താ പറയുക, ഇതൊരു കൈക്ക പിടിച്ച് വരുമ്പോൾ ഭയങ്കര ക്രെഡിറ്റ് ആയിട്ട് എടുക്കുന്ന പല ആളുകളുണ്ടെന്നുള്ളതാണ്. അപ്പോൾ MRI എല്ലാ കേസിലും എടുക്കേണ്ട ആവശ്യമില്ല. ആക്ച്വലി ഞാൻ പലപ്പോഴും പേഷ്യൻസിനോട് പറയാറുള്ളത്, നിങ്ങൾ ഈ എക്സസൈസ് കാര്യങ്ങൾ, സ്ട്രെച്ച് എക്സസൈസ് കാര്യങ്ങൾ ചെയ്യുക, കൂടുതൽ വെയിറ്റ് ഉള്ള ആളുകൾ വെയിറ്റ് ഒന്ന് കുറയ്ക്കുക, ഒരു ഡയറ്റൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക, ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് ലൂസ് മോഷനൊക്കെ ഒന്ന് ഓക്കെ ആക്കി എടുക്കുക, പിന്നെ അതേപോലെ ചിലപ്പോൾ അനീമിക് ആണെങ്കിൽ അതൊന്ന് ക്ലിയർ ആക്കുക. അപ്പോൾ ജനറലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. ഒരാൾ ഹെൽത്തി ആയിരിക്കേണ്ടത് അത് ആദ്യം ക്ലിയർ ചെയ്യണം. അത് ക്ലിയർ ചെയ്തിട്ടും നിങ്ങൾക്ക് ബാക്കി പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് എക്സ്റേ എടുക്കണം. എക്സ്റേ എടുത്തിട്ടും എന്ത് ചെയ്യുക, കുറച്ച് കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ MRIയിലേക്ക് പോയാൽ മതി. അപ്പോൾ MRI എടുത്തോന്ന് കരുതിയിട്ട് എന്ത് ചെയ്യില്ല, അസുഖം മാറൂല, അത് ഉറപ്പാണ്. അപ്പോൾ നമുക്കിത് എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാം, അത് എത്രത്തോളം ഉണ്ട്, എത്ര ഡിഗ്രിയിലുണ്ട്, അതിനനുസരിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യണം, സർജറി ചെയ്യണോ വേണ്ട എന്നുള്ളത് ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്.
ഓക്കെ. ഇപ്പോൾ നടുവേദന വരികയാണെന്നുണ്ടെങ്കിൽ ഒരു സപ്പോസ് നടുവേദന വന്നാൽ ഉം. ഇനീഷ്യലി തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? ഒന്ന് അതെങ്ങനെ വന്നെന്നുള്ളത് നോക്കണം. ഉം. ഇപ്പോൾ വീണതാണോ എന്തെങ്കിലും ആക്സിഡൻറ്റ് വന്നതാണോ എന്നുള്ളത് നമ്മൾ നോക്കുക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വന്നതാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, മേജർ ആക്സിഡൻ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ MRI എടുത്തിട്ട് പറഞ്ഞതുപോലെ കറക്റ്റ് എന്തെങ്കിലും ഫ്രാക്ചറോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് നോക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഉം. ഇപ്പോൾ ഒരാൾ പെട്ടെന്ന് ഇപ്പോൾ പൊതുവെ നടക്കുന്ന സംഗതിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പെട്ടെന്ന് കുനിഞ്ഞെടുക്കുന്ന സമയത്തൊക്കെ ഒരു വലിച്ചു ഒരു കൊടുത്ത് ഞെട്ടല്. അത് മോസ്റ്റ്ലി മസിൽസ് റിലേറ്റഡ് ആണ് അങ്ങനത്തെ കേസുകൾ കാണാറുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളൊന്നും നല്ല റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. സിവിയർ മൂവ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ചുരുക്കിയിട്ട് റെസ്റ്റ് എടുക്കുക. ആവശ്യത്തിലുള്ള മൂവ്മെൻറ്റുകൾ സ്ട്രെച്ചിങ് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതുമാത്രമേ നമുക്ക് ചെറിയ രൂപത്തിൽ ചൂട് പിടിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. അത് ഈ പറഞ്ഞതുപോലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും വേദന കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ വീട്ടിൽ പൊതുവെ ഉണ്ടാക്കും ബാമും കാര്യങ്ങളൊക്കെ എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ വേണമെങ്കിൽ ഐസ് പാക്ക് വെക്കണം എന്നുള്ളതാണ്. ആ വീണ സമയത്താണെങ്കിൽ നമുക്ക് അതെ, അതെ. ഐസ് പാക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഇൻഫ്ലമേഷൻ കുറയും. പലപ്പോഴും ഇൻഫ്ലമേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, പെയിൻ വേദന ഉണ്ടാകും. നല്ല അതിൻ്റെ ഒരു അടയാളം കൂടിയാണ് ഇൻഫ്ലമേഷൻ, പെയിൻ ഉണ്ടാവുക എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഇൻഫ്ലമേഷൻ പോയി കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും, ആ വേദനയ്ക്ക് നല്ല ആശ്വാസം ഉണ്ടാവും. പക്ഷെ നമ്മൾ മിസ്റ്റേക്ക് പറ്റിയ പേഷ്യൻസിനോട് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്ക്കാണ് അല്ലെങ്കിൽ ഊരൻ്റെ പ്രശ്നമാണ്, അത് നിർത്താൻ പറ്റില്ല, അത് ഡേഞ്ചർ ആണെന്നുള്ളൊരു കോൺസെപ്റ്റ് ഓൾറെഡി ബ്രെയിനിൽ ഫീഡാണ്. അപ്പോൾ അതുകൊണ്ട് വേഗം എന്ത് ചെയ്യും, ഹോസ്പിറ്റലിൽ പോകും. ഈ പറഞ്ഞതുപോലെ ഇതൊന്നും ശ്രദ്ധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും എങ്ങനെ വന്നത് എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തിട്ട് മാറ്റില്ലെങ്കിൽ ഡോക്ടർ സജഷന് പോവാം. ഓക്കെ. ഇപ്പോൾ അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നടുവേദന വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതായത് നമ്മളിപ്പോൾ പലപ്പോഴും ചില ആളുകൾ ചെയ്യുന്നതാണ്, ഒരു നടുവേദന വരുമ്പോഴേക്കും 2-3 ആഴ്ച കംപ്ലീറ്റ് റെസ്റ്റ് കൊടുക്കുന്ന ആളുകളുണ്ട്. ചില നടുവേദനയ്ക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ചില നടുവേദനയ്ക്ക് അത്രത്തോളം റിസ്ക് എടുക്കുന്നത് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ നടുവേദന വരുന്ന ഒരാൾ, വന്നിട്ടുള്ള ഒരാൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒന്ന് നമ്മൾ സിവിയർ ആയിട്ട് മൂവ്മെൻറ്റ് ഉണ്ടാകരുത്. ഒന്ന് ലിമിറ്റഡ് മൂവ്മെൻ്റ് ആക്കുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ രണ്ട് ചെറിയൊരു എക്സ്റ്റൻഷനും പിന്നെ റിലാക്സേഷനും നല്ലോണം വേണം. അതായത് ബോഡി സ്ട്രെച്ചിങ് നല്ലോണം എന്ത് ചെയ്യുക, ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓവർ മൂവ്മെൻറ്റ് ചെയ്യരുത്. അതേപോലെ വെയിറ്റ് എടുക്കുന്ന സാഹചര്യം ഒന്നും ഉണ്ടാകരുത്. പിന്നെ അതേപോലെ തന്നെ ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. കൂടുതൽ ഷുഗറുള്ളൊക്കെ ആളുകളാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ റെസ്ട്രിക്ഷൻ വേണം. കാരണം ഷുഗറുള്ള ആളുകൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, ഈ വേദനയും നീർക്കെട്ടും പെട്ടെന്ന് ബോഡിയിൽ വരും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം, ഭക്ഷണത്തിൽ നമ്മൾ നിർബന്ധമായിട്ടും യൂസ് ചെയ്യാന്നില്ല. പിന്നെ അതുപോലെ നമ്മൾ കിടക്കുന്ന ബെഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സ്പ്രിങ് ഉള്ള ബെഡിൽ ഒരിക്കലും കിടക്കരുത്. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന പേഷ്യൻസിന് എപ്പോഴും പറയുന്നതാണ്, നമ്മൾ ബോഡിയിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് വരുന്ന രണ്ട് ഭാഗമാണ്, ഒന്ന് തല ഹെഡാണ്, മറ്റേ നമ്മുടെ ഹിപ്പിൻ്റെ ഭാഗം ഊര എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്പ്രിങ് ഉള്ള ബെഡിൽ ഇങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, വെയിറ്റുള്ള ഭാഗം താന്നു പോകും, ഹെഡ് താഴ്ന്നു നിൽക്കും. അതേപോലെ ഊരയുടെ ഭാഗം പിൻഭാഗം എന്ത് ചെയ്യും, താഴ്ന്നു നിൽക്കും. അപ്പോൾ നട്ടിൽ എന്ത് ചെയ്യും, ഇങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ അത് നമ്മൾ കിടക്കലപ്പോൾ ഒരു 6-7 മണിക്കൂർ 8 മണിക്കൂർ നമ്മൾ മിനിമം എന്തായാലും കിടക്കും, മിനിമം. അപ്പോൾ ആ ഒരു 8 മണിക്കൂർ നട്ടിൽ ഇങ്ങനെ വളഞ്ഞ് കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ കഴുത്ത് വേദന വരും, ഷോൾഡർ പെയിൻ വരും, തരിപ്പ് വരും, കൈകൾക്ക് തരിപ്പ് വരും, എന്നതുപോലെ തന്നെ എന്ത് ചെയ്യും, ഡിസ്കിന് കംപ്രഷൻ വരും. അപ്പോൾ നമ്മൾ കിടക്കുന്ന പൊസിഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്പ്രിങ് ഉള്ള ബെഡുകളാണെങ്കിൽ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യണം, ഉന്നത്തിൻ്റെ കിടക്കണില്ല, സാധാ ഉന്നത്തിൻ്റെ കിടക്കുക, അത് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തലയണക്ക് എന്ത് ചെയ്യുക, ഒന്ന് ഒഴിവാക്കണം. ചെറിയ കട്ടി കുറഞ്ഞതോ അല്ലെങ്കിൽ പുതപ്പോ ഡ്രസ്സ് ഇങ്ങനെ മടക്കിയിട്ടൊക്കെ കിടക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഈ രണ്ട് സാധനം ശ്രദ്ധിച്ചാൽ തന്നെ ഒട്ടുമിക്ക ബാക്ക് പെയിൻ എന്ത് ചെയ്യും, നമുക്ക് കുറക്കാം. കാരണം ഇതൊക്കെ മെക്കാനിക്കൽ ഇഷ്യൂസ് കാരണമായിട്ട് ഉണ്ടാകുന്നതാണ്. എസ്പെഷ്യലി അവിടെ വേറെ എന്തെങ്കിലും പാത്തോജനിക് ആയിട്ട് ഇൻഫെക്ഷൻ വന്നതോ അങ്ങനെയൊന്നുമല്ല, അവിടെ ഉണ്ടായിരുന്ന പൊസിഷനിൽ ചെറിയൊരു മാറ്റം, ഒരു ഇൻഫ്ലമേഷൻ അതുകൊണ്ട് വന്നു, അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ അതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു മെക്കാനിക്കൽ സ്റ്റെബിലിറ്റി നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടായിരിക്കും. ഓക്കെ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതിൽ നടുവേദന വരുന്നത് പലത്തിൻ്റെ ലക്ഷണങ്ങളാണെന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് ഇപ്പോൾ പ്രമേഹത്തിൻ്റെത് അല്ലെങ്കിൽ കിഡ്നിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് കിഡ്നി റിലേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മൂത്രത്തിൽ ഇൻഫെക്ഷൻ കാരണമൊക്കെ ആയിട്ട് വരുന്ന നടുവേദന ആണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക? അത് എന്താ വെച്ചിട്ട് ഇപ്പോൾ മൂത്രക്കടച്ചിൽ കൊണ്ടുള്ള ഒരാൾക്ക് നടുവേദന ആണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് കൂടെ ഉണ്ടായിരിക്കും. സ്ത്രീകളിൽ ആണ് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ കംപ്ലൈൻറ്റ് കാണാറ്. കാരണം ഇവർ പലപ്പോഴും നെഗ്ലക്റ്റ് ചെയ്യും. അതായത് മൂത്രം കളർ ചേഞ്ച് ശ്രദ്ധിക്കില്ല, അല്ലെങ്കിൽ ഈ ഒരു ഒരു പുകച്ചിലുണ്ടാവും ആ ഒരു സമയത്ത്, അത് ശ്രദ്ധിക്കില്ല. പിന്നെ ചിലപ്പോൾ മൂത്രത്തിൽ പത വരും, ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിലുള്ള ടെൻഡൻസി ഉണ്ടാവും, ഇതൊന്നും അവർ ശ്രദ്ധിക്കില്ല. ഇതൊക്കെ കോമൺ ആയിട്ട് കൊണ്ടെടുക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ ക്ലിനിക്കിൽ എത്താറുള്ളത്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് ഇതിന് അസോസിയേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ നോക്കുക. അപ്പോൾ മൂത്രക്കടിച്ചുള്ള ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഛർദ്ദിക്കാൻ തോന്നുക, ചിലപ്പോൾ നല്ലൊരു പനി ഉണ്ടായിരിക്കും, വൈകുന്നേരം ആവുന്ന നല്ല ക്ഷീണം, ശരീരമൊക്കെ കോച്ചിപ്പിടുത്തം വലിവൊക്കെ വരിക, ഒരു ഫാനൊക്കെ ഇട്ടിട്ട് നല്ല കുളിര് തോന്നുന്ന അവസ്ഥ, വായ കയ്പ്പ് വരിക, ഇങ്ങനെ ഇൻറ്റേർണൽ ഫീവർ നല്ലോണം ഫീൽ ചെയ്യും. അതുപോലെ ഇടയ്ക്കിടയ്ക്ക്
ഇടയ്ക്ക് മൂത്രയിക്കുന്ന അവസ്ഥ വരിക, മൂത്രത്തിൽ തന്നെ കളർ വ്യത്യാസം വരിക, പത വരിക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നല്ലോണം വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മൂത്രം ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ എന്ത് പറ്റും, സിവിയർ ആയിട്ട് അതിൽ പസ്സും അതിൽ ബാക്ടീരിയ പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാം. അപ്പോൾ അത് മൂത്രം ക്ലിയർ ആകുമ്പോൾ ബാക്ക് പെയിൻ മാറും. അതെ. അതിനനുസരിച്ച് നമ്മൾ പോകണം എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പോൾ കാണുന്ന എല്ലാ നടുവേദനകളിലും സർജറി ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രീറ്റ്മെൻറ്റിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട്. പണ്ട് നമുക്ക് ബാക്ക് പെയിന് വന്ന് നമ്മളെന്താ ചെയ്യൽ, പെയിൻ കില്ലർ കഴിക്കുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. അത് മാറി പിന്നെ എന്ത് ചെയ്ത് കാൽസ്യത്തിന് വൈറ്റമിൻ ഡി എടുക്കൽ അതായി മാറി. അതെ അതെ. പിന്നെ PRP പോലെ ട്രീറ്റ്മെൻ്റ് ആയി. ഇപ്പോൾ നമ്മൾ നല്ലോണം സർജറി ചെയ്യുന്ന ശീലം നല്ലോണം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം എൻ്റെ അടുത്തൊരു പേഷ്യൻ്റ് വന്ന് കഴിഞ്ഞാൽ പൊതുവെ ചിലത് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ സർജറി ചെയ്യണം, കാരണം അത് അതിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരിക്കും. ചിലത് നമ്മൾ ഈ പറഞ്ഞ നേരത്തെ ചർച്ച ചെയ്തതുപോലെ എന്താ മസ്കുലർ റിലേറ്റഡ് ആയിരിക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഈവൻ അവർക്ക് ഈ പറഞ്ഞതുപോലെ MR എടുക്കുമ്പോൾ ഡിസ്ക് ബൾജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. പക്ഷെ അത് കാരണമായിരിക്കില്ല ചിലപ്പോൾ പെയിന് വരുന്നത്. പെയിന് ചിലപ്പോൾ എന്തെങ്കിലും മസ്കുലർ റിലേറ്റഡ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിന് ശരിക്കും കറക്റ്റ് മൂവ്മെൻറ്റ് അല്ലെ എക്സസൈസ് കാര്യങ്ങൾ, തെറാപ്പികൾ, പിന്നെ മെഡിസിൻസും കാര്യങ്ങൾ ചെയ്ത് കൊടുത്താൽ എന്ത് ചെയ്യും, അത് ക്ലിയർ ആയി വരും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ കേസും എന്ത് ചെയ്യണ്ട സാറേ. ഇപ്പോൾ എൻ്റെ അടുത്തൊരു പേഷ്യൻ്റ് എന്തെങ്കിലും എനിക്ക് തോന്നുന്നു മംഗലാപുരം ആ സൈഡില്ല, അപ്പോൾ സിവിയർ പെയിനായിട്ട് അവർ ഡോക്ടറെ കാണിച്ചു സർജറി ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെടുത്ത് വന്ന് എനിക്ക് തോന്നുന്നു 3-4 ആൾക്കാരായിട്ട് പിടിച്ചിട്ടാണ് നമ്മുടെ ക്ലിനിക്ക് കൊണ്ടുവരുന്നത്. നമ്മളെടുത്ത് വന്നു, നമ്മൾ എന്ത് ചെയ്തു, എനിക്ക് ഒരു 3 ആഴ്ചത്തെ മെഡിസിൻ കൊടുത്തപ്പോൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ടെന്നല്ല. അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇന്നാലെന്ന കാര്യങ്ങൾ ചെയ്യുക, വീട്ടിൽ ഇതൊക്കെ ചെയ്യാൻ പാടില്ലാത്തൊക്കെ ഓർമ്മിപ്പിച്ചു കൊടുത്ത് അതവർ കറക്റ്റ് ചെയ്ത് നല്ല മാറ്റം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എല്ലാ കേസും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സർജറി. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പേഷ്യൻസ് പറയാറുണ്ട്, ഡോക്ടറെ സർജറി ഒക്കെ ചെയ്ത് ഇങ്ങോട്ടും എന്തുണ്ട് വേദന മാറുന്നില്ല എന്നുള്ളത്. അത് ഇതുകൊണ്ടാണ് വരുന്നത്. ഓക്കെ. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് സർജറി നിർബന്ധമായിട്ടുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെ ആയിരിക്കും? അത് ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പോലെ ഫ്രാക്ചറൊക്കെ സംഭവിച്ചിട്ടുണ്ട്, സിവിയർ ആയിട്ട് നല്ല കൺസ്ട്രക്ഷൻ ബൾജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ പേഷ്യൻസിനും അതിൻ്റേതായ വീക്ക്നെസ് നമുക്ക് ബോഡിയിൽ നല്ലോണം വരുന്നുണ്ട്, നിർബന്ധമായിട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും എൻ്റെ അടുത്തൊരു പേഷ്യൻസ് വന്നു, ജോയിൻറ്റ് റിലേറ്റഡ് ആയിട്ട് വന്നത്, നീ പെയിൻ റിലേറ്റഡ് ആയിട്ടാണ്. അപ്പോൾ അവർ ഒരു ഡോക്ടറെ അടുത്ത് പോയി, ഡോക്ടർ പറഞ്ഞു ഒരു സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഓപ്ഷൻ ഉണ്ടാവുന്ന രീതിയിൽ എൻ്റെ അടുത്ത് വന്നതാണ്. അപ്പോൾ ഞാൻ എടുത്ത് നോക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ അത്യാവശ്യം നല്ലൊരു ഡിസ്ലൊക്കേഷൻ എന്നുള്ള രീതിയിൽ തന്നെ ആയിട്ടുണ്ട്, ഇനി മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് സർജറി ചെയ്യണം വേണമെന്നുള്ളതാണ്. പക്ഷെ അവിടെ അവർ ചെയ്തൊരു കാര്യം എന്താ അറിയാം, സജഷൻ എടുക്കുക എന്നുള്ളതാണ്. നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ വേഗം സർജറി വേണം ചെയ്യരുത്. 2-3 ഡോക്ടേഴ്സ് അത് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ സജഷൻ ചോദിക്കുക, ഇതിൽ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ എന്നുള്ളത്. എന്നിട്ടൊരു ഏകീകരണത്തിൽ എത്തിയിട്ട് എന്ത് ചെയ്യുക, ഉടൻ തന്നെ സർജറി ചെയ്യാനുള്ള കേസാണെങ്കിൽ എന്ത് ചെയ്യണം, വേഗം ചെയ്യണം, ഒരിക്കലും ലേറ്റ് ആക്കരുത്. ലേറ്റ് ആകും തോറും കോംപ്ലിക്കേഷനിലേക്ക് എത്തും. ഓക്കെ ഓക്കെ. അപ്പോൾ അതായത് നിങ്ങൾ കൃത്യമായിട്ടൊരു ഒപ്പീനിയൻ എടുത്തിട്ട് എന്താണോ അതിൻ്റെ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് അത് നോക്കുക എന്നുള്ളതാണ്. കാരണം അപ്പോൾ സാറ് പറഞ്ഞ പോലെ മംഗലാപുരത്ത് നിന്ന പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ ഒരുപാട് പേഷ്യൻസ് നമ്മളെ ക്ലിനിക്കിൽ വരുന്ന സമയത്ത് പല ആളുകൾക്കും സർജറി പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് കറക്റ്റായിട്ട് അവരെ മസിൽ സ്ട്രെങ്തനിങ് അല്ലെങ്കിൽ അതിൻ്റെ കുറച്ചൊരു സ്ട്രെയിറ്റ് പിന്നെ കൂട്ടാൻ വേണ്ടിയിട്ട്, സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് എക്സസൈസുകൾ, അതിൻ്റെ ഡയറ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇത്തരത്തിൽ നടുവേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. അതിൻ്റെ ഓഫ്ലൈൻ ഓൺലൈൻ കൺസൾട്ടേഷനും അവൈലബിൾ ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് കുറച്ച് ഡിസ്കസ് ചെയ്യേണ്ട അല്ലെങ്കിൽ സംശയങ്ങൾ എന്ന് വെച്ചാൽ, ഇപ്പം എല്ലിൻ്റെ ബലം കൂട്ടാൻ വേണ്ടി നമ്മൾ നിർബന്ധമായിട്ട് കഴിക്കേണ്ട ഭക്ഷണം എന്തൊക്കെയാണ്? ഒന്ന് നമ്മൾ പ്രധാനമായിട്ട് ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് കാൽസ്യം വൈറ്റമിൻ ഡിയോ. അത് നിർബന്ധമായിട്ടും ബോഡിയിൽ ഓക്കെ ആയിട്ടുണ്ടാവണം എന്നുള്ളതാണ്. കാരണം ഓൾമോസ്റ്റ് ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യും, ഇത് നല്ലോണം കുറയും. എസ്പെഷ്യലി ഒരു 35-40 ആകുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ഇത് കുറയുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഇറച്ചും മീനും ചെറിയ മീനുകളൊക്കെ ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ കഴിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാല് വളരെ നല്ലതാണ്, അതുപോലെ മുട്ട കഴിക്കൽ വളരെ നല്ലതാണ്. അത് മാത്രമല്ല അതിൻ്റെ കൂടെ നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട് വെയിൽ എന്ത് ചെയ്യണം, കൊള്ളണം. വെയിൽ ഏകദേശം ഒരു രാവിലെ ഒരു 9:30-10 മണി മുതൽ വൈകുന്നേരം 4 മണിൻ്റെ ഉള്ളിലുള്ള വെയിൽ കൊള്ളണം. വെയിൽ കൊള്ളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാകെ വെയിലത്ത് നിൽക്കാന്നല്ല, ഒരു കുറഞ്ഞൊരു സമയം എന്ത് ചെയ്താൽ മതി, നമ്മൾ ജോലി ചെയ്യുന്നത് ഒരു ഔട്ട് സൈഡിൽ നമ്മൾ ചൂസ് ചെയ്താൽ മതി. എന്നാൽ തന്നെ എന്ത് ചെയ്യും, നമുക്കത് വൈറ്റമിൻ ഡിയുടെ വേണ്ടത് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ വെയിലും കാര്യങ്ങളും ചെയ്യില്ല. അതേപോലെ കാൽസ്യം ഈ പറഞ്ഞതുപോലെ അതിൻ്റെ കൂടെ തന്നെ കിട്ടും നമുക്ക്. ഈ മീനും കാര്യങ്ങളും മുട്ടയും കാര്യങ്ങളൊക്കെ കഴിച്ചാൽ തന്നെ കിട്ടും. പിന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും നല്ലോണം കഴിക്കുക എന്നുള്ളതാണ്. വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കുമ്പോൾ നല്ല ആൻറ്റി ഓക്സിഡൻസ് ഉണ്ടായിരിക്കും. അത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കുറക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതും നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കൂടുതൽ മധുരം
മധുരം കഴിക്കുക, അതുപോലെ കൂടുതൽ കാർബ് കഴിക്കുക, കൂടുതൽ ഔട്ട്സൈഡ് ഫുഡുകൾ കഴിക്കുമ്പോൾ ബോഡിക്ക് എപ്പോഴും അസ്വസ്ഥതകളുണ്ടാവും. ഇൻഫ്ലമേഷൻ നല്ലോണം വരും. ശരീരത്തിൽ ഫേസിൽ കുരുക്കൾ വരിക, കളർ ചേഞ്ച് വരിക, മുടി കൊഴിച്ചിൽ കൂടുക, ചൊറിച്ചിൽ വരിക, കൈയും കാലും വീക്കം വരിക. ഇതൊക്കെ ഇൻഫ്ലമേഷൻ്റെ ബോഡി ഒരു പ്രോപ്പർ സെറ്റിലല്ല എന്നുള്ളതിന് അടയാളങ്ങളാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൽ നല്ല പ്രോപ്പർ കാര്യം നല്ല ശ്രദ്ധിക്കുക, നല്ല വെള്ളം കുടിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ഈ പറഞ്ഞ വേദനയും കാര്യങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. കൂടുതലായിട്ട് നമ്മൾ സ്പെസിഫിക് ആയിട്ട് കഴിക്കണം. നമ്മൾ കഴിക്കുന്നത് പ്രോപ്പറായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഓക്കെ ആവും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പ്രോട്ടീൻ നല്ലോണം കഴിക്കണം, അത് നിർബന്ധമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ മസ്കുലർ റിലേറ്റഡ് ആണ് ഓൾമോസ്റ്റ് പെയിൻ വരുന്നത്. അപ്പോൾ പ്രോട്ടീൻ മാനേജ്മെൻറ്റിന് എന്ത് വേണം, നമ്മൾ പ്രോട്ടീൻ കഴിക്കണം. പലപ്പോഴും ഈ ഷുഗറും നടുവേദന എല്ലാം കൂടിയുള്ള ആളുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ ഇറച്ചി മീൻ തൊടുന്നുണ്ടാവില്ല, മുട്ട കഴിക്കുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. അതൊരിക്കലും പാടില്ല. ഞാൻ പലപ്പോഴും പറയുന്നതാണ്. ആളുകൾക്ക് പേടിയാണ് മുട്ടയും പാലൊക്കെ നല്ലപോലെ, കാരണം ഷുഗർ കൂടുക, കൊളസ്ട്രോൾ കൂടുക, വയറ് ചാടുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ കാര്യമില്ല, അത് വീക്കേ ആവുള്ളൂ. അപ്പോൾ ഈ ഷുഗറുള്ള ആളുകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പിടിച്ചു നോക്കിയാൽ നല്ല സോഫ്റ്റ് ആവും, മസിൽ ഉണ്ടാവില്ല, നല്ല സോഫ്റ്റ്, ഇങ്ങനെ പഞ്ഞി കിട്ടാൻ വരുന്ന പോലെ അമരും. അല്ലെങ്കിൽ നല്ലോണം എല്ല് മാത്രം ഉണ്ടാവില്ല, എല്ലും തോലുമായിട്ടുണ്ടാവും, മസിൽസ് ഫുള്ള് ഉണ്ടാവും, പോയിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. അത് ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ പ്രോട്ടീൻ എപ്പോഴും തരും നമ്മൾ ഇതിന് കൂടെ കഴിക്കുക വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ്. എന്നാൽ നമ്മളിപ്പോൾ ഒരു ജോയിൻ്റ് എന്ന് പറയുമ്പോൾ അവിടെ എല്ല് മാത്രമല്ല, അവിടെ ലിഗമെൻ്റ് ഉണ്ട്, മസിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ സ്ട്രെങ്തനിങ് വളരെ ഇമ്പോർട്ടൻ്റാണ്. അതെ അതെ. ഇപ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ, ഇപ്പോൾ നടുവേദന മാത്രമല്ല, നിങ്ങൾ കാൽഷ്യത്തിൻ്റെ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ വൈറ്റമിൻ്റെ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഭക്ഷണങ്ങൾ കഴിക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്താണ് നമ്മൾ എല്ലിൻ്റെ ബലം കൂടുക, അല്ലെങ്കിൽ എല്ല് പൊട്ടാതിരിക്കുക, എല്ലിൻ്റെ കാര്യങ്ങളൊക്കെ സേഫ് ആയിട്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. അത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. ഏതായാലും ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നടുവേദനയെ കുറിച്ച്. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ്, ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമ്മളത് മാറ്റേണ്ടത്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, സർജറി ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ സർജറി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴാണ് ചെയ്യേണ്ടത് എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ താഴെ ഈ വീഡിയോയുടെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ ഡോക്ടറുടെ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്